കഴിഞ്ഞ ദിവസം ഒരു ബന്ധുവിൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കുമ്പോൾ 10 വയസ്സുള്ള ഒരു കുട്ടിയെ ഞാൻ കാണുവാനിടയായി. അവൻ്റെ 90% തലമുടി നരച്ചു പോയിരുന്നു. അന്ന് അവിടെ ഉണ്ടായിരുന്ന പല യങ്സ്റ്റേഴ്സിൻ്റെയും തലമുടി ഞാൻ ശ്രദ്ധിച്ചു നോക്കുകയുണ്ടായി. അതിൽ നിന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യം, 40 വയസ്സിൽ താഴെയുള്ള 70% ആളുകളുടെ തലമുടിയും നരച്ചു തുടങ്ങിയിരുന്നു എന്നതാണ്. കുറച്ചു പേരുടെ തലമുടി ഒരുപാട് നരച്ചു വരുന്നു, എന്നാൽ ചിലർക്ക് വളരെ കുറച്ച് മാത്രം. എന്നിരുന്നാലും ഭൂരിഭാഗം ആളുകളും ഈ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നു എന്നത് മനസ്സിലായി. അങ്ങനെയാണ് ഗ്രേ ഹെയർസിനെ പറ്റി റിസർച്ച് ചെയ്തത്. പ്രധാനമായും മെലാനിൻ എന്ന പിഗ്മെന്റിന്റെ കുറവ് മൂലമാണ് മുടി നരച്ചു പോകുന്നത്. പ്രായം കൂടുമ്പോൾ ശരീരത്തിലെ മെലാനിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങൾ നശിച്ചു പോവുകയും അങ്ങനെ മുടിയുടെ നിറം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നു. ലോകത്തിൽ 3-ൽ 2 പേരുടെ മുടി നരച്ചു പോകുന്നതിന്റെ കാരണം മറ്റൊന്നാണ്. ആ റീസൺ ഈ വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ചെറുപ്രായത്തിൽ നിങ്ങളുടെ മുടി നരച്ചു പോകുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണെന്നും അതിനുള്ള പരിഹാരം എന്താണെന്ന് അറിയുന്നതിനായി ഈ വീഡിയോ മുഴുവനായി കാണുക. ലെറ്റ്സ് ക്രാക്ക് ദ സീക്രട്ട് ഓഫ് ഗ്രേ ഹെയർ. തലമുടി നരക്കുന്നതിന്റെ പ്രധാന പ്രശ്നങ്ങളെപ്പറ്റി നോക്കുന്നതിന് മുമ്പേ നമുക്ക് തലമുടിക്ക് നിറം ലഭിക്കുന്നത് എങ്ങനെ എന്ന് മനസ്സിലാക്കാം. ഹെയർ റൂട്ട്സിൽ മെലാനിൻ പിഗ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രന്ഥികളുണ്ട്. ഇവയാണ് തലമുടിക്ക് കറുത്ത നിറം നൽകുന്നത്. പ്രായം കൂടുമ്പോൾ ഈ ഗ്രന്ഥികൾ നശിച്ചു പോവുകയും തലമുടിയുടെ നിറം ഗ്രേ ആവുകയും ചെയ്യുന്നു. ഇതാണ് നാച്ചുറൽ റീസൺ. പക്ഷേ ഇന്ന് ചെറിയ കുട്ടികളിൽ വളരെ മുടി നരയ്ക്കാനായി മറ്റു പല കാരണങ്ങളുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജെനറ്റിക്സ്. മാതാപിതാക്കളുടെ മുടി ചെറിയ പ്രായത്തിൽ തന്നെ നരച്ചു പോയതാണെങ്കിൽ നിങ്ങളുടെ മുടിയും ചെറുപ്രായത്തിൽ തന്നെ ഗ്രേ ആകുവാൻ സാധ്യത കൂടുതലാണ്. നിങ്ങൾ ഈ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ കുടുംബാംഗങ്ങളിൽ ആർക്കെങ്കിലും ചെറുപ്രായത്തിൽ മുടി നരച്ചു പോയിട്ടുണ്ടോ എന്ന് ചോദിച്ച് മനസ്സിലാക്കുക. അങ്ങനെ നിങ്ങളുടെ മുടി നരക്കാനുള്ള കാരണം ജെനറ്റിക്സ് ആണെങ്കിൽ തലമുടി കൃത്യമായ ഇടവേളകളിൽ കളർ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് മുന്നിലുള്ള ഉപായം. ഹാംഫുൾ കളേഴ്സ് ഹെയറിൽ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നിങ്ങളുടെ മുടി ഗ്രേ ആകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ജെനറ്റിക്സ് അല്ലെങ്കിൽ അത് മറ്റു പല കാരണങ്ങൾക്കുണ്ടാകാം. അതിലൊന്നാണ് പൊല്യൂഷൻ കാരണം മുടിയിഴകൾ കൂടുതൽ വീക്കാവുകയും അതുപോലെ തന്നെ മെലാനിൻ പിഗ്മെന്റ് കുറയുകയും ചെയ്യുന്നു. ഏതെങ്കിലും ഒരു ഫോളിക്കൽ മെലാനിൻ പ്രൊഡക്ഷൻ അവസാനിപ്പിക്കുകയാണെങ്കിൽ അത് വീണ്ടും പ്രവർത്തനക്ഷമമാകുന്നത് വളരെയധികം റെയറായ കാര്യമാണ്. ഇനി മറ്റൊരു കാര്യമാണ് സ്മോക്കിംഗ്. പുകവലി മുടിയുടെ നിറം നഷ്ടപ്പെടുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണമാണ്. സിഗരറ്റ്സിൽ അടങ്ങിയിട്ടുള്ള ടുബാക്കോയിൽ തലമുടി നരയ്ക്കുന്ന വേഗത വർദ്ധിപ്പിക്കുന്ന കെമിക്കലുകൾ അടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ തലമുടിയുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമായ എയറോമാറ്റസ് എന്ന എൻസൈമിന്റെ പ്രൊഡക്ഷനും കുറയ്ക്കുന്നു. ഇവയൊക്കെ കാരണം തലമുടി വളരെ വേഗത്തിൽ നരച്ചു പോകും. അതുകൊണ്ട് പുകവലിക്കുന്നവർ സൂക്ഷിക്കുക. പുകവലി ശ്വാസകോശത്തെയും ഹൃദയത്തെയും മാത്രമല്ല തലമുടിയെയും സാരമായി ബാധിക്കാം. പുകവലിക്കുന്നതിലൂടെ തലയിലെ രക്തക്കുഴലുകളിൽ ബ്ലഡ് എത്താതെ വരാം. അങ്ങനെ തലമുടി കൊഴിഞ്ഞു പോവുകയും ചെയ്യും. അന്തരീക്ഷത്തിലെ മലിനീകരണം പോലെ പുകവലി ശരീരത്തിനുള്ളിലും ടോക്സിൻസ് നിറയ്ക്കുന്നു. അത് മുടിയെയും ബാധിക്കുന്നു. അടുത്ത കാരണമാണ് കെമിക്കലുകൾ അടങ്ങിയ കോസ്മെറ്റിക്സ് പ്രോഡക്ട്സ്. പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിശ്വസിച്ചു എന്ന് വരില്ല. എങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ കെയർ കോസ്മെറ്റിക്സിൽ 80% നിങ്ങളുടെ മുടിയുടെ ആരോഗ്യം നശിപ്പിക്കുന്നതിനാണ്. പരസ്യങ്ങളുടെ വലയിൽപ്പെട്ട് നമുക്ക് ചേരാത്ത തരത്തിലുള്ള കോസ്മെറ്റിക്സ് നമ്മൾ ഉപയോഗിക്കുന്നു. അവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നതും. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത് തലയിൽ ഉപയോഗിക്കുന്ന എണ്ണയിലും മറ്റും കോസ്മെറ്റിക്സിലും അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ചെക്ക് ചെയ്യുക. അതിൽ 70% മുതൽ 80% വരെ മിനറൽ ഓയിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തലമുടികളിൽ വിഷമാണ് പുരട്ടുന്നത് എന്ന് കരുതുക. കാരണം എന്തെന്നാൽ മിനറൽ ഓയിൽ ഉണ്ടാക്കുന്നത് പെട്രോൾ, ഡീസൽ തുടങ്ങിയവ ഉണ്ടാക്കുന്ന പെട്രോളിയത്തിൽ നിന്നാണ്. നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയിട്ടുണ്ടാകും. അതുകൊണ്ട് മിനറൽ ഓയിലിന് പകരം നാച്ചുറൽ ഓയിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇനി നിങ്ങൾ ഹെയർ കെയറിനായി പല കാര്യങ്ങളും ചെയ്തതിന് ശേഷമാണ് നിങ്ങളുടെ തലമുടി നരച്ചു തുടങ്ങിയതെങ്കിൽ പ്രശ്നം ആ കോസ്മെറ്റിക്സിൻ്റെതാകാം. മെലാനിൻ പ്രൊഡക്ഷൻ കുറയ്ക്കുന്ന കെമിക്കലുകൾ അടങ്ങിയവയാണ് പല ഷാംപൂസും കണ്ടീഷണേഴ്സും. അതുകൊണ്ട് കോസ്മെറ്റിക്സ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഹെയർ ഡൈയിൽ ബ്ലീച്ചിങ് ഏജന്റ്, ഹൈഡ്രജൻ പെറോക്സൈഡ് തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ട്. ഇത് വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നതിലൂടെ തലമുടി നരച്ചു പോകാം. അതുകൊണ്ട് ഇതിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. ഹെയർ ഡ്രയർ, ഹെയർ ജെൽ തുടങ്ങിയവയ്ക്ക് തലമുടിയെ വളരെ മോശമായ രീതിയിലാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കെമിക്കലുകളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. നാച്ചുറലി തലമുടിയുടെ നിറം വർദ്ധിപ്പിക്കുവാനായി ഭക്ഷണത്തിൽ നെല്ലിക്ക ഉൾപ്പെടുത്തുന്നതാണ് നല്ലത്. മുടി നരച്ചു പോകാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് ശരീരത്തിലെ പോഷകങ്ങളുടെ കുറവ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വൈറ്റമിൻ ഡി കുറയുന്നതിലൂടെ എല്ലുകളുടെ ശക്തി കുറയുമെന്നത്. എന്നാൽ നിങ്ങൾ അറിയേണ്ട മറ്റൊരു കാര്യമാണ്, എല്ലുകൾക്ക് മാത്രമല്ല തലമുടിയുടെ ആരോഗ്യത്തിനും അത്യാവശ്യം വേണ്ട ഒരു പോഷകമാണ് വൈറ്റമിൻ ഡി എന്നത്. പല റിസർച്ചും പറയുന്ന ഒരു കാര്യമാണ്, ശരീരത്തിൽ വൈറ്റമിൻ B6, B12, ഡി, ബയോട്ടിൻ, വൈറ്റമിൻ ഇ തുടങ്ങിയവയുടെ കുറവ് കാരണം തലമുടി നരയ്ക്കുകയും കൊഴിയുകയും ഒക്കെ ചെയ്യാമെന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞ പോഷകങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് ആവശ്യമായ വെള്ളം കുടിക്കാതിരിക്കുക എന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ പല പ്രശ്നങ്ങളും വെള്ളം കുടിച്ചാൽ മാറാവുന്നതാണ്. പലപ്പോഴും നമ്മുടെ അശ്രദ്ധമായി വെള്ളം കുടിക്കുന്ന രീതി കാരണമാണ് മുടി കൊഴിച്ചിൽ, നര തുടങ്ങിയവ ഉണ്ടാകുന്നത്.
കൃത്യമായി വെള്ളം കുടിച്ചാൽ ഒഴിവാക്കുന്ന ഒരു പ്രശ്നമാണ് ഇത്. മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന ബയോട്ടിൻ എന്ന ഘടകം വെള്ളത്തിൽ അലിയുന്ന ഒന്നാണ്. വെള്ളത്തിലൂടെയാണ് അത് നമ്മുടെ തലമുടികളിൽ എത്തുന്നതും. വാൾനട്ട്, ഗ്രൗണ്ട് നട്ട്, ആൽമോണ്ട്സ്, സൺഫ്ലവർ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ് തുടങ്ങിയവയിൽ വലിയ അളവിൽ ബയോട്ടിൻ അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനും ശ്രമിക്കുക. സ്കിന്നിനും തലമുടികൾക്കും നിറം നൽകുന്ന കോശങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു രോഗമാണ് വിറ്റിൽഗോ. ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രം ഉണ്ടാകുന്ന രോഗമാണിത്. പ്രത്യേകിച്ച് ചികിത്സകൾ ഒന്നും ഇതിനില്ല. ഇന്ന് വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ആ പ്രധാനപ്പെട്ട കാരണമാണ് ടെൻഷൻ. ടെൻഷൻ മെലാനിൻ ഹോർമോൺസിനെ ബാധിക്കുന്നു. അങ്ങനെ തലമുടിയും നരക്കുന്നു. ചെറുപ്രായത്തിൽ മുടി നരച്ചു പോകുന്ന 90% ആളുകളിലും കാണപ്പെടുന്ന ഒരു അസുഖമാണ് ഹൈപ്പർ ടെൻഷൻ. മോശമായ ജീവിതശൈലിയാണ് ഈ രോഗം ഉണ്ടാവുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം. രാത്രി ഒത്തിരി നേരം ഉണർന്നിരിക്കുക, രാവിലെ ഒരുപാട് നേരം കിടന്നുറങ്ങുക തുടങ്ങിയവയ്ക്ക് ഇതിനുദാഹരണമാണ്. ഇനി മുടിയുടെ വളർച്ചയെ സഹായിക്കുന്നതും നടക്കുന്നത് തടയുന്നതുമായ ചില ഭക്ഷണ പദാർത്ഥങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ഡെയിലി പ്രോഡക്ട്സ്, മഷ്റൂംസ് തുടങ്ങിയവയിൽ ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് വൈറ്റമിൻ B12. തലമുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന മറ്റൊരു ധാതുവാണ് കോപ്പർ. കാഷ്യൂനട്ട്, ആൽമണ്ട്സ്, എള്ള് തുടങ്ങിയവയിൽ ഇത് അടങ്ങിയിട്ടുണ്ട്. നോൺ വെജ് കഴിക്കുന്നവർ ഇതിനായി ലേൺ റെഡ് മീറ്റ്, ഷെൽ ഫിഷ്, ഫ്രഷ് വാട്ടർ ഫിഷ് തുടങ്ങിയവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. തലമുടിയെ സംരക്ഷിക്കുന്നതിലും പുതിയ തലമുടികളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നതുമായ ഒരു ഘടകമാണ് സിങ്ക്. സൺഫ്ലവർ, വാട്ടർമെലൺ, ബ്ലാക്ക് സെസൻ തുടങ്ങിയവയിലൊക്കെ ഇത് അടങ്ങിയിട്ടുണ്ട്. ഇവയ്ക്ക് പുറമെ നിങ്ങളുടെ ഡയറ്റിൽ പിസ്ത, കറുത്ത കടല തുടങ്ങിയവ ഉൾപ്പെടുത്തുക. ബ്ലാക്ക് ഷാന ദഹന പ്രക്രിയ മികച്ചതാക്കുന്നു. ദഹനം മികച്ചതാകുന്നതിലൂടെ ശരീരത്തിന്റെ പൂർണ്ണമായ ആരോഗ്യം മെച്ചപ്പെടുന്നു. ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്താനായി പ്രധാനമായും ചെയ്യേണ്ട ഒരു കാര്യമാണ് വ്യായാമം. തലമുടിയുടെ ആരോഗ്യത്തിനായി ചെയ്യേണ്ട ഏറ്റവും മികച്ച ഒരു വ്യായാമമാണ് ശീർഷാസനം. എല്ലാ ദിവസവും വെറും 10 മിനിറ്റ് മാത്രം ശീർഷാസനം ചെയ്യുന്നതിലൂടെ തലമുടിയുടെ വളർച്ച മികച്ചതാക്കാൻ സാധിക്കും. ശീർഷാസനം ചെയ്യുന്നതിലൂടെ തലയിൽ കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുന്നു. അതിലൂടെ മുടിയുടെ വളർച്ചയും വർദ്ധിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു.